എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് ഫാബ്രിക് പെയിൻറ് കൊണ്ട് ചെയ്ത കുറച്ച് വർക്കുകളാണ്. അപ്പോൾ നമുക്ക് അത് കാണാം. ഇത് വേഷ്ടി മുണ്ടാണ്. വേഷ്ടി മുണ്ടിൽ ഫാബ്രിക് പെയിൻറ് ഉപയോഗിച്ച് ബട്ടർഫ്ലൈനെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതുപോലെ ഡിസൈൻ നമ്മൾ ആദ്യം വരച്ചെടുക്കും. കാർബൺ പേപ്പർ ഉപയോഗിച്ചിട്ട് ഡിസൈൻ വരച്ചെടുത്ത് അതിൻ്റെ മുകളിലേക്കൂടെ ഫ്രീ ഹാൻഡായി വരച്ചെടുക്കുന്നതാണ്, പെയിൻറ്റ് വരച്ചെടുക്കുന്നതാണ്. അത് ഒന്നുകിൽ ഡിസൈൻ വരച്ചെടുത്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വരക്കാണ്ട് ചെയ്യാം. വരക്കാണ്ട് ചെയ്യുമ്പോൾ ഇത് ഒരേ വലിപ്പത്തിൽ വരില്ല, ചിലപ്പോൾ വലിപ്പം വ്യത്യാസം വരാം. അതുകൊണ്ട് ആണ് ട്രേസ് ചെയ്തിട്ട് വരച്ചെടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഈ വർക്കുകളൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് വേഷ്ടി മുണ്ടിൽ ബട്ടർഫ്ലൈ ചെയ്തത്. ഇത് ഞാൻ ചെയ്തത് ഒന്ന് വിശദീകരിച്ച് കാണിച്ചു തരാം. നമ്മുടെ വേഷ്ടി മുണ്ടിൻ്റെ മുകളിൽ വരുന്ന ഭാഗം, അതായത് മുണ്ടല്ലാത്ത വേഷ്ടി ഭാഗം നമ്മൾ ഫുള്ളായിട്ട് ചെയ്യും. ഫുള്ളായിട്ട്, അതായത് മുന്താണീൻ്റെ ഭാഗത്തും അതേപോലെ അതിൻ്റെ ചുറ്റുഭാഗത്തും നമ്മൾ വർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് ആ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണുന്ന ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഫുൾ ഭാഗത്തും നമ്മൾ വർക്ക് ചെയ്യണം. എന്നാൽ മുണ്ടിൻ്റെ ഭാഗത്ത് നമ്മൾ ഇത്രയും വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മുണ്ടിൻ്റെ ഭാഗത്ത് ചെയ്തത് കാണിച്ചു തരാം. താഴത്തെ ഭാഗം മുഴുവനായി ചെയ്തിട്ടുണ്ട്. അതേപോലെ മുണ്ടെടുത്താൽ ഫ്രണ്ടിൽ കാണുന്ന ഭാഗം, അതായത് ഈ കസവിൻ്റെ രണ്ട് സൈഡ്, ഫ്രണ്ടിൽ കാണുന്ന ഈ ഭാഗത്തും താഴത്തെ ഈ ഭാഗങ്ങൾ മുഴുവനും, താഴത്തെ ഈ താഴെ കാണുന്ന ഭാഗം, മുകളിലത്തെ ഭാഗം നമ്മൾ വേഷ്ടി ഉടുക്കുമ്പോൾ കാണില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗം വരെ നമ്മളിത് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ചെയ്യേണ്ട, കാരണം ഇത് ഉള്ളിൽ പോകുന്ന ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വേഷ്ടി മുണ്ടിൽ വർക്കുകൾ ചെയ്യുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. സിമ്പിൾ വേഷ്ടി മുണ്ട് ചെറിയ കരയൊക്കെ ഉള്ളത് വാങ്ങിച്ചിട്ട് നമ്മൾ ഇതേപോലെ വർക്ക് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ എളുപ്പത്തിൽ ഫാബ്രിക് പെയിൻറ് കൊണ്ട് ഡിസൈൻ ചെയ്യാവുന്നതാണ്. അതേപോലെ മറ്റൊരു വർക്ക് ഞാൻ ചെയ്തത് ഇതാണ്. ഇത് ആദ്യം വാങ്ങിക്കുന്ന സമയത്ത് ഈ ഭാഗം ഇതുപോലെ ആയിരുന്നു ഉണ്ടായത്, കസവ്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ഇത് ഡിസൈൻ വരച്ച് ചെയ്തതൊന്നുമല്ല, ഒരു പിങ്ക് കളറ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ട്രയാങ്കിൾ ഷേപ്പിലൊരു ഇത് കൊടുത്തു. അതിൻ്റെ മുകളിൽ ഒരു സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ അത് ഇതിൻ്റെ ഈ പ്ലെയിൻ ഭാഗം കാണുന്നതും ഇത് കാണുന്നതും നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും, അതിൻ്റെ ആ ഭംഗി. അപ്പോൾ അങ്ങനെയാണ് ഓരോ വർക്കും. ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് അധികം ചിലവുള്ള സമയം, ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഈ വർക്കൊക്കെ. അതേപോലെ ഞാനിവിടെ ചെയ്ത മറ്റ് കുറേ വർക്കുകളാണിത്. ഇതൊരു എക്സിബിഷന് വേണ്ടി ഞാനും എൻ്റെ സ്റ്റുഡൻസും കൂടെ ചെയ്തതാണ്. അപ്പോൾ ആ സ്ഥലത്തുനിന്ന് എക്സിബിഷന് വെക്കുന്നതിന് മുന്നേ എല്ലാത്തിൻ്റെയും ഫോട്ടോ എടുത്ത് വെച്ചു. കാരണം എക്സിബിഷന് കുറേ ചിലവായി പോയിട്ടുണ്ടായിന്, സെയിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചെയ്ത വർക്കുകൾ എപ്പോഴെങ്കിലും ഒന്ന് ആർക്കെങ്കിലും പരിചയപ്പെടുത്താൻ വേണ്ടി എടുത്തു വെച്ചതാണ്. അപ്പോൾ അതാണ് ഇതോരോന്നും ഞാനിതിൽ ജസ്റ്റ് കാണിച്ചു തരാം. ഇതൊക്കെ നല്ല കസവിൽ ചെയ്തതാണ്. അതിൻ്റെ ഒരു ഭംഗി കൂട്ടുന്ന രീതിയിൽ ഉള്ളൊരു ചെറിയ സിമ്പിൾ ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ എല്ലാം സ്വന്തമായി വരച്ചെടുത്ത ഡിസൈൻസാണ്. നമ്മൾ ഇവിടുന്നും കോപ്പി ചെയ്തതൊന്നുമല്ല, നമ്മൾ ആ സമയത്ത് തോന്നുന്ന ഡിസൈൻ വരച്ചുണ്ടാക്കിയ ഡിസൈൻസാണ് ഇതൊക്കെ. ഞാൻ നേരത്തെ കാണിച്ച വേഷ്ടി മുണ്ട് ഫോട്ടോ എടുത്തതാണിത്. അതേപോലെ ആ പിങ്ക് ചെയ്തതിൻ്റെ ബ്ലൂ ആണ്, ഇത് സെയിൽ ചെയ്ത് പോയതാണ്. ഇത് ഫാബ്രിക് പെയിൻറ് രണ്ട് മൂന്ന് തരത്തിൽ പെയിൻറ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ആ പെയിൻറ്റുകൾ ഓർഡിനറി പെയിൻറ്, അതേപോലെ പേൾ പെയിൻറ്, പേൾ മെറ്റാലിക്, അങ്ങനെയുള്ള
കുറേ ടൈപ്പ് പെയിൻറ്റുകളുണ്ട്. അതിൽ പലതും എടുത്ത് ഓരോന്നും ചെയ്യുമ്പോൾ ആ ഓരോന്നിൻ്റെയും വ്യത്യസ്ത തരത്തിലുള്ള ഡിസൈൻസും കൂടെ വരുമ്പോൾ അതിന് നല്ല ഭംഗിയുണ്ടാവും. ഇതൊക്കെ അങ്ങനെ ചെയ്തതാണ്. ഇതൊരുപാടുണ്ട്. എക്സിബിഷന് വേണ്ടി വേഷ്യം കൊണ്ട് മാത്രം എടുത്ത് പ്ലെയിൻ വേഷ്യം കൊണ്ട് മാത്രം എടുത്ത് ചെയ്ത വർക്കുകളാണ് ഇതൊക്കെ. അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വേറൊരു വർക്ക് കാണിച്ചു തരാം. ഇതൊരു ഗ്രീൻ പ്ലെയിൻ സാരി ആയിരുന്നു. ഇതുപോലുള്ള ഇതുപോലുള്ള ഒരു സാരി ആയിരുന്നു. ഈ സാരി വാങ്ങിച്ച് പ്ലെയിൻ സാരി വാങ്ങിച്ച് അതിൽ ഡിസൈൻ ട്രേസ് ചെയ്തെടുത്ത് ഈ 3D ഔട്ട്ലൈനർ എന്നാണ് ഇതിൻ്റെ പേര്. ഈ 3D ഔട്ട്ലൈനർ ഇതിൻ്റെ ഉള്ളിൽ ഗമ്മും ഗ്ലിറ്ററും കൂടെ മിക്സായ ഒരു ലിക്വിഡാണ്. ഇത് നമ്മൾ ഈ ഔട്ട്ലൈനിൻ്റെ കൂടെ നമ്മൾ വരച്ചെടുത്ത ഡിസൈനിൻ്റെ മുകളിലേക്ക് കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഈ സാരി ചെയ്തിട്ട് ഒരു 15 വർഷമായി. ഇതുവരെ ഇതിനൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് ഇളകിപ്പോയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇത് അത്രക്ക് നല്ല ഉറപ്പുള്ള വർക്കാണ്. നമുക്ക് ഈ ഡിസൈനൊന്നും നഷ്ടപ്പെട്ടു പോകില്ല. നമ്മളിപ്പോൾ കടയിൽ നിന്ന് സാരി വാങ്ങിക്കുമ്പം ചിലപ്പോൾ ഇതൊക്കെ ഇളകിപ്പോവാം, പക്ഷേ അതൊന്നും സംഭവിക്കുന്നില്ല. അത്രയും നല്ല വർക്കാണിത്. അപ്പോൾ ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് അത്രയും പൈസയില്ല, ഒരു 20 രൂപ അത്രേ വരുന്നുള്ളൂ, ഒരു മാക്സിമം 25 രൂപ. ഇത് ഒന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം ഒരു നല്ലൊരു ഭാഗത്തോളം ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചൊരു 100 രൂപേൻ്റെ ഇതെല്ലാം വാങ്ങിച്ചൊരു സാരി ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അങ്ങനെ ചെയ്തതാണ്. ഇത് ആ സാരീൻ്റെ മുന്താണിയാണ്. ഇത് ഞാൻ മുന്താണിക്ക് മിറർ കൊടുത്തിട്ട് അതിന് ചുറ്റും 3D വരച്ച് ചെയ്തിട്ടുണ്ട്. മിററാണിത്. അത് ഫാബ്രിക് ഗ്ലൂ വെച്ച് ഒട്ടിച്ചതാണ്. ഫാബ്രിക് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് 3D ഔട്ട്ലൈനർ കൊണ്ട് ഔട്ട്ലൈൻ ചെയ്ത് ഭംഗിയാക്കിയതാണ്. അപ്പോൾ ഇങ്ങനെ മുന്താണി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഈ ബോഡി പാർട്ടിലൊക്കെ ഒരു സ്റ്റാർ മാത്രം കൊടുക്കുക. ഇത് ബോർഡർ കൊടുത്തു. താഴത്തെ ബോർഡർ ഇതേ രീതിയിൽ തന്നെ ഫുള്ളായിട്ട് ചെയ്തു. ഫുള്ളായി ചെയ്തു എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ഈ ഒരു ചെറിയ 1/2 മീറ്റർ ഭാഗം ചെയ്യില്ല. കാരണം ആ ഭാഗം ഉള്ളിൽ പോകുന്ന ഭാഗത്ത് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഉള്ളിൽ പോകുന്ന ഫസ്റ്റ് കുത്തുന്ന 1/2 മീറ്റർ ഭാഗം ചെയ്യാതെ ബാക്കിയുള്ള എല്ലാ ഭാഗവും താഴത്തെ ഭാഗം ആ വീതിയോടും കൂടെ ചെയ്തു. മുകളിൽ നമ്മൾ അത്രയും വീതിയിൽ ചെയ്തിട്ടില്ല. മുന്താണീൻ്റെ ഭാഗം മാത്രം ചെയ്തു. പിന്നെ ഈ മിറർ കൊടുത്ത് ഇങ്ങനെ ചെയ്യുകയാണ് ചെയ്തത്. ഇതുപോലെ. പിന്നെ അപ്പോൾ ഇത് 15 വർഷം മുന്നേ ചെയ്തതായതുകൊണ്ട് അന്നത്തെ നല്ല ഫാഷനായിരുന്നു ഇത്. പക്ഷേ ഇന്നിത് ഓൾഡ് ഫാഷനായി. നമ്മൾ 3Dയിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ ഫാഷൻ നോക്കി നമ്മളെ പുതിയ മോഡേൺ രീതികളിൽ ചെയ്യണം. അങ്ങനെയുള്ള 3D വർക്കുകളൊക്കെ നമുക്ക് വരുന്ന വീഡിയോകളിൽ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇതാണ് ഈ സാരീൻ്റെ പ്രത്യേകത. ഇത് ഇതുവരെ ഒന്നും ആയിട്ടില്ല, ഒന്നും ആവില്ല. പക്ഷേ പഴയ ഫാഷനായതുകൊണ്ട് ഉപയോഗിക്കൽ കുറച്ച് കുറവാണ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. അതേപോലെ കുറേ കാലം മുന്നേ ചെയ്ത വർക്കാണ് ഇത്. സീക്വൻസ് വർക്ക്, ബീഡ്സ് വർക്ക് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇപ്പോൾ അധികം ആരും ഉപയോഗിക്കുന്നില്ല. പക്ഷേ എന്നാലും കല്യാണ ബ്ലൗസുകൾക്കൊക്കെ നമ്മൾ വീണ്ടും സീക്വൻസും ബീഡ്സും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഹാൻഡ് വർക്കായി നൂലുകൊണ്ട് സൂചി നൂലും ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. നല്ല ഹാർഡ് വർക്ക് ഉണ്ട് ഇതിന്. അപ്പോൾ ഒരുപാട് അന്ന് സീക്വൻസ് വർക്ക് വരുന്ന സമയത്ത് നന്നായിട്ട് മൂവ് ചെയ്യുന്നൊരു സാരിയായിരുന്നു ഇത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് അധികം ഉപയോഗിക്കുന്നില്ല ആരും. അപ്പോൾ അതുകൊണ്ട് ഈ സാരി ഒക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ആർക്കെങ്കിലും എപ്പോഴെങ്കിലും കാണിച്ചു കൊടുക്കാനൊക്കെ പിന്നെ നമ്മൾ ഒരുപാട് സമയമെടുത്ത് ചെയ്ത വർക്കുകളല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്ടം ഇതിനോട് എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ സൂക്ഷിച്ച് വെച്ചതാണ് ഇതൊക്കെ. അപ്പോൾ ഇതിന് ഞാനതുപോലെ ഇത് സിമ്പിളാണ്. മുന്താണിക്ക് ഇതും ചെയ്തു. പിന്നെ ബോർഡറിന് മാത്രം ഇത് സൂചി നൂലും എടുത്ത് ഓരോ ബീഡും കോർത്ത് ചെയ്തതാണ്. ഓരോ ബീഡും കോർത്ത് ചെയ്യുമ്പോൾ ഒരുപാട് ടൈമും ഒക്കെ ഇതിന് വേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഈ വർക്ക്. ഇനി അടുത്തത് ഇതും ഒരു പഴയ സാരി പറഞ്ഞാൽ ഒരുപാട് വർഷം മുന്നേ, ഒരു 10-15 വർഷം മുന്നേ ഉള്ള സാരിയാണ്.
ഇതിൽ ഈ ത്രെഡ് വർക്ക് ഞാൻ ചെയ്തതല്ല, പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഈ സ്റ്റോണ് ഇത് ഒരുപാട് ബീഡ്സ്, ഈ ട്യൂബ്സാണിത്. കട്ട് ട്യൂബ്സൊക്കെ ഇതിനൊരു ഭംഗി കൂട്ടാൻ വേണ്ടി ഇതിനെ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് ടൈം എടുത്ത് ചെയ്തത് ആണ്, അതുകൊണ്ട് അതും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചതാണ്. പിന്നെ നമുക്ക് ഫാബ്രിക് പെയിൻറ്റ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് വെജിറ്റബിൾ പ്രിൻറ്റിങ്. വെജിറ്റബിൾ പ്രിൻറ്റിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെജിറ്റബിൾസിൽ ഡിസൈൻ കട്ട് ചെയ്തെടുത്ത് അത് തുണിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് വെജിറ്റബിൾ പ്രിൻറ്റിങ്. അപ്പോൾ ഇത് ഫാബ്രിക് പെയിൻറ്റ് കൊണ്ട് ചെയ്ത ഒരു വെജിറ്റബിൾ പ്രിൻറ്റിങ് ആണ്. അപ്പോൾ നമുക്ക് ഇനി ഒരുപാട് വീഡിയോസ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യാനുണ്ട്. വരുന്ന കാലങ്ങളിലൊക്കെ വെജിറ്റബിൾ പ്രിൻറ്റിങ്, ഫാബ്രിക് പെയിൻറ്റിങ്, അതേപോലെ പിന്നെ 3D ഔട്ട്ലൈനിങ്, ബീഡ്സ് വർക്കുകൾ അതൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാം. അതുകൂടാതെ ത്രെഡ് വർക്ക് എന്ന് പറഞ്ഞിട്ട് ത്രെഡിൽ നമ്മളൊരു ഫ്രെയിം ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് ഫാബ്രിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബ്ലാക്ക് ക്ലോത്തിൽ, പോപ്ലിൻ ക്ലോത്തിൽ ചെയ്തതാണ്. ഒരു ഡിസൈൻ നമ്മൾ വരച്ചെടുത്ത് അതിലേക്ക് ഓരോ ഇത് ചെയ്ത്, അതായത് കളേഴ്സ് കൊടുത്തു, അതേപോലെ സ്റ്റോൺസ് കൊടുത്തു, അങ്ങനെയൊക്കെ ചെയ്തെടുത്തതാണ്. ഇതൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് സ്റ്റുഡൻസും കൂടി ചെയ്ത്, സ്റ്റുഡൻസിൻ്റെ കൂടി അവരും ഞാനും കൂടെ ചെയ്ത കുറേ വർക്കുകളാണ്. ഇതൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.